വിദ്യാർത്ഥികളെ നമ്മൾ ഫിലിം സ്റ്റഡീസിൻ്റെ ആദ്യത്തെ മൊഡ്യൂൾ നോക്കാൻ പോവാണ്. ബേസിക്സ് ഓഫ് ഫിലിം സ്റ്റഡീസ്, അതുപോലെ ടെർമിനോളജീസ് ഓഫ് ഫിലിം മേക്കിംഗ് ഇൻട്രൊഡക്ഷൻ. ഇവിടെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. ഇതിൽ പറയുന്നത് സിനിമ ഇസ് എ മീഡിയം ദാറ്റ് റിലൈസ് ഹെവിലി ഓൺ ടെക്നോളജി ഫോർ ഇറ്റ്സ് ഈസ്തറ്റിക് പെർഫെക്ഷൻ. സിനിമ എന്ന് പറയുന്നത് ഒരു മാധ്യമമാണ്. അതിൽ കൂടുതലായിട്ടും സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുകൊണ്ട് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഒരു പൂർണ്ണത കിട്ടുന്ന ഒരു മാധ്യമമാണ് മൂവി. In the earliest of times, it was conceived as a medium to tell stories. ആദ്യ കാലഘട്ടത്തിൽ അത് കഥ പറയാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു മാധ്യമമായിട്ട് സിനിമ മാറിയിട്ടുണ്ടായിരുന്നു. Good stories determined the fate of films at the box office, and popular films were those which catered to the existing traditional notions regarding tales and its narrations. അപ്പം ബോക്സ് ഓഫീസ് ഹിറ്റാവുന്ന സിനിമകളൊക്കെ നല്ല കഥകളുള്ള സിനിമകളായിരുന്നു ആദ്യകാലത്ത്. The awareness about cinema being a visual medium with numerous technological possibilities arrived much later. സിനിമ എന്ന മാധ്യമത്തോടുള്ള പിന്നീടുള്ള ഒരു ബോധം ഒരു വിഷ്വൽ മീഡിയം എന്ന നിലയിൽ പിന്നീട് വ്യത്യസ്ത രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾക്ക് ഒരുപാട് സാധ്യത പിന്നീട് വന്നു. Cinema can engage a viewer both visually and orally, which makes its medium with immense technological possibilities. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു കാഴ്ചക്കാർക്ക് അവന് കാണാനും അതുപോലെ കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരു മാധ്യമമായിട്ട് പിന്നീട് ഒരുപാട് സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു മാധ്യമമായിട്ട് സിനിമ മാറി. The production happens in the locations, outdoor, and in the sets that are specially designed by art directors. The production happens in the location. സാധാരണ നിർമ്മാണം സാധ്യമാക്കുന്ന ലൊക്കേഷനിലാണ്. അതൊരു പക്ഷേ ഔട്ട്ഡോർ ആവാം. അതിൻ്റെ സെറ്റുകളൊക്കെ പ്രധാനമായിട്ട് ആർട്ട് ഡയറക്ടേഴ്സാണ് ചെയ്യാറ്. Terminologies involved in these stages that are related to the camera, shots, editing, color, and sound are explained briefly in the following sections. അപ്പോൾ നമ്മൾ ഈ സിനിമയുടെ ഷോട്ട് അതുപോലെ ഷൂട്ടിംഗ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ടെർമിനോളജീസ് സാങ്കേതിക പദങ്ങളുണ്ട്. ക്യാമറ, അതുപോലെ ഷോട്ട്, എഡിറ്റിങ്, കളർ, സൗണ്ട്, ഇതൊക്കെ അടുത്ത ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. Having a proper knowledge of these essential terms will help us build our potential to understand and analyze cinema comprehensively. സിനിമയെക്കുറിച്ച് സമഗ്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള സാങ്കേതിക പദങ്ങൾ അറിയുന്നത് വളരെ പ്രാധാന്യമാണ്. പാർട്ട് 1 പ്രൊഡക്ഷൻ, മൈസൻ സീൻ. ആദ്യത്തെ ഒന്ന് നമുക്ക് മൈസൻ സീൻ, പ്രൊഡക്ഷൻ, നിർമ്മാണം എന്ന് പറയുന്ന ഭാഗത്ത് മൈസൻ സീനാണ് വരുന്നത്. മൈസൻ സീൻ ഇസ് എ ഫ്രഞ്ച് വേർഡ് മീനിങ് പ്ലേസിംഗ് ഓൺ ദ സ്റ്റേജ്. യഥാർത്ഥത്തിൽ മൈസൻ സീൻ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പദമാണ്. അതിൻ്റെ അർത്ഥം പ്ലേസിംഗ് ഓൺ ദ സ്റ്റേജ് എന്നാണ്. സ്റ്റേജിൻ്റെ മുകളിൽ കാര്യങ്ങൾ വയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. The etymology of the word can be traced to theatre as the word was used to denote stage setting during a play. അപ്പോൾ ഇതിൻ്റെ ഈ പദത്തിൻ്റെ എറ്റിമോളജി, അതായത് എറ്റിമോളജി എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉണ്ടാവുന്ന ശാസ്ത്രത്തിനാണ് പറയുന്നത് എറ്റിമോളജി. അപ്പോൾ അത് നോക്കുമ്പം ഇതൊരു നാടകത്തിലെ തിയേറ്ററുമായി ബന്ധപ്പെട്ട സംഭവമാണ്. which is word used to denote stage setting during a play. നാടകത്തിൻ്റെ സമയത്ത് സ്റ്റേജ് സെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പദം ഉപയോഗിച്ചത്. ഇൻ സിനിമ മൈസൻ സീൻ മീൻസ് പുട്ട് ഓൺ സീൻ. സിനിമയിൽ മൈസൻ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിൽ എന്താണോ നമ്മൾ വയ്ക്കുന്നത് അതിനെക്കുറിച്ചാണ്. The term denotes all that appears before cinema. എന്തൊക്കെ സീനിൽ വരുന്നുണ്ടോ അതൊക്കെ മൈസൻ സീനിൽ ഉണ്ട് എന്ന് പറയാം.
In order to make a scene more meaningful and creative, the filmmaker creates the world he or she wants the audience to experience. In order to make a scene more meaningful and creative, ഒരു സീന് വളരെ അർത്ഥവത്താക്കണം, അതുപോലെ സർഗാത്മകമാക്കണം. അതിന് സിനിമ മേഖലയിൽ സിനിമാ സംവിധായകൻ ഒരു ലോകം തന്നെ സൃഷ്ടിക്കുന്നു. കാരണം ആ ഒരു ലോകം ഓഡിയൻസിന് അനുഭവിക്കാനുള്ളതാണ്. അപ്പോൾ അർത്ഥവത്താക്കാനും സർഗാത്മകമാക്കാനും, ഒരു സീന് അർത്ഥവത്താക്കാനും സർഗാത്മകമാക്കാനും ഒരു ഒരു സംവിധായകൻ സൃഷ്ടിക്കുന്ന ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു വേൾഡിന്, ആ വേൾഡ് ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നു. In other words, it is the arrangement of a movie frame which results in the creation of meaningful images. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇറ്റ് ഇസ് അറേഞ്ച്മെൻറ്റ് ഓഫ് എ മൂവി ഫ്രെയിം. ഇതിനെ മൂവി ഫ്രെയിം അറേഞ്ച് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വിച്ച് റിസൾട്ട്സ് ഇൻ ദ ക്രിയേഷൻ ഓഫ് മീനിങ്ഫുൾ ഇമേജസ്. അർത്ഥവത്തായിട്ടുള്ള ഇമേജസ് അതിൻ്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്നു. Film critics associated with the French New Wave movement considered mise-en-scene as an important cinematic technique and discourse were formulated on it. അപ്പം ഫ്രഞ്ച് സിനിമാ നിരൂപകരൊക്കെ ഈ മൈസൻ-സീൻ വളരെ പ്രധാനമായിട്ട് സിനിമയുടെ ഒരു സിനിമാ പ്രസ്ഥാനത്തിൽ, അതായത് ന്യൂ വേവ് മൂവ്മെൻറ്റിൻ്റെ ആളുകൾ ഈ മൈസൻ-സീൻ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Mise-en-scene is a combination of number of components, including setting, properties, costumes, lighting, and acting, which all together help in making the audience experience the cinematic effect as envisaged by the director. Mise-en-scene എന്ന് പറയുന്നത് പല തരത്തിലുള്ള സംയോജനത്തിൻ്റെ ഭാഗമാണ്. അതിൽ സെറ്റിംഗ് വരുന്നുണ്ട്, പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സിനിമാ സെറ്റിൽ ഇപ്പോൾ ഒരു ഗുണ്ടകളുടെ ഒരു സീന ചിത്രീകരിക്കുന്നുണ്ട്. അത് അവിടെ കത്തി, അതുപോലെ നഞ്ചക്ക് എന്ന് പറയുന്ന ആൾക്കാർക്ക് അടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവിടെ അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിനെയാണ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഒരു സീനിൽ വെക്കുന്ന സാധനങ്ങളെയാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. കോസ്റ്റ്യൂം, വസ്ത്രാലങ്കാരം, ലൈറ്റിംഗ് ആൻഡ് ആക്ടിങ്, അതുപോലെ ലൈറ്റിങ്ങും ആക്ടിങ്ങും, വിച്ച് ഓൾ ടുഗദർ ഹെൽപ്പ് ഇൻ മേക്കിംഗ് ദ ഓഡിയൻസ് എക്സ്പീരിയൻസ് ഇൻ ദ സിനിമാറ്റിക് എഫക്റ്റ് ആസ് envisaged by the director. അപ്പോൾ ഇതൊക്കെ കൂടുമ്പോൾ മാത്രമേ ഒരു ഓഡിയൻസിന് ഒരു അനുഭവം ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. ഒരു സിനിമാറ്റിക് എഫക്റ്റിൻ്റെ അനുഭവം ഓഡിയൻസിനുണ്ടാവും. അത് സംവിധായകൻ അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ സെറ്റിംഗ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സെറ്റിംഗ് ഇസ് ദ മോസ്റ്റ് വൈറ്റൽ പാർട്ട് ഇൻ മൈസൻ-സീൻ. മൈസൻ-സീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സെറ്റിംഗ്. തീം ഓഫ് ദ സീൻ ആൻഡ് ദ മൂഡ് ടു ബി കൺവേഡ് ടു ദ ഓഡിയൻസ് ആർ ഡെഡിക്കേറ്റഡ് ഡ്യൂറിങ് ദ ആക്ച്വലൈസേഷൻ ഓഫ് സെറ്റിംഗ്. അപ്പം സീനിൻ്റെ തീമായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ മൂഡായിക്കോട്ടെ, അതൊക്കെ ഓഡിയൻസിന് കൺവേ ചെയ്യുന്നത് ആർ ഡിസൈഡഡ് ഡ്യൂറിങ് ദ ആക്ച്വലൈസേഷൻ ഓഫ് സെറ്റിംഗ്. അതൊക്കെ സെറ്റിങ്ങിലാണ് കൺവേ ചെയ്യപ്പെടുന്നത്. സെറ്റിംഗ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ പീരിയഡ് ഓഫ് ദ ഫിലിം. സെറ്റിംഗ് ആണ് നമ്മളെ കാലഘട്ടം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഇപ്പം പുരാതനമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത് വെച്ചാൽ ആ കാലഘട്ടത്തിലെ ഡ്രസ്സ്, അങ്ങനെ ആ കാലഘട്ടത്തിലെ സെറ്റ് ഇടുക, കാരണം ആ കാലഘട്ടത്തിലെ ഒരു രാജകൊട്ടാരം കാണിക്കുക. അതിലൂടെ നമുക്ക് ഇത് പുരാതന കാലഘട്ടമാണ് എന്ന് നമുക്ക് ആ ഒരു കാലഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇറ്റ് ഓൾസോ ബിൽഡ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ് ആൻഡ് ദ ലോക്കൽ, thus making the narrative seem more natural. It also builds a connection between the characters and the local. അപ്പം ആ കഥാപാത്രങ്ങളും നമുക്ക് ആ കഥാപാത്രങ്ങളും അതുപോലെ ആ സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങൾ, അവരുടെ വേഷവിധാനങ്ങൾ, ഇവയൊക്കെ കാണുമ്പം ഓഡിയൻസിന് ഇത് യഥാർത്ഥത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ നടന്നതാണെന്നുള്ളൊരു നാച്ചുറലായിട്ട് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അവർക്ക് കിട്ടുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നു. Properties or props help in enhancing the impact of particular scene. പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു സീനിന് വളരെയധികം ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധനമാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. കാരണം ഒബ്ജക്ട്സ് ദാറ്റ് ആർ ആപ്റ്റ് ഫോർ എ സീൻ ആർ പ്ലേസ്ഡ് ഇൻ ദ ഫ്രെയിം. അപ്പോൾ സീനിന് ആപ്റ്റായിട്ടുള്ള വസ്തുക്കളാണ് അവിടെ പ്രോപ്പർട്ടീസിൽ കൊടുക്കുക. ഉദാഹരണത്തിനൊരു ക്ലാസ് റൂമാണ് സിറ്റുവേഷൻ എങ്കിൽ ക്ലാസ് റൂമിലെ ഒരു ബെഞ്ചുകൾ, കുട്ടികൾ, അതുപോലെ അതിലെ ബെഞ്ചുകളും
അതുപോലെ അതിലെ ടേബിൾ, അതിലെ ഡസ്റ്റർ, ബ്ലാക്ക് ബോർഡ്, ചോക്ക്, പിന്നെ അധ്യാപകൻ ഉപയോഗിക്കുന്ന കെയിൻ, ചൂരൽ, ഈ സാധനങ്ങളൊക്കെ ഒരു ക്ലാസ് റൂമിൻ്റെ സെറ്റ് പ്രോപ്പർട്ടീസാണ്. ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളും അധ്യാപകനും ക്യാരക്ടേഴ്സ് ആകുമ്പോൾ ബാക്കിയുള്ള വസ്തുക്കളൊക്കെ അത് ക്ലാസ് റൂമാണ് എന്ന് നമുക്ക് എത്തിച്ചു തരുന്ന ആ പ്രോപ്പർട്ടീസാണ്. It also helps the characters to convey their emotions properly. അതുപോലെ പിന്നെ കഥാപാത്രങ്ങൾക്ക് അവരുടെ വൈകാരിക ഭാവങ്ങൾ കൃത്യമായിട്ട് നൽകാനും ഈ പ്രോപ്പർട്ടീസ് സഹായിക്കുന്നു. വിച്ച് കുഡ് മേക്ക് എ സീൻ മോർ കമ്മ്യൂണിക്കേറ്റീവ് വിത്ത് ദ ഓഡിയൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോലീസുകാരനായിട്ടുള്ള ഒരാൾ പോലീസിൻ്റെ വേഷങ്ങളിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു പോലീസിൻ്റെ ഒരു റൂം സെറ്റ് ചെയ്യുമ്പം ആ പോലീസുകാരനുള്ളിൽ തന്നെ ഒരു പിന്നെ ആ ഒരു ഷർട്ടും ആ പാൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ആ യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് തോന്നുകയാണ് അയാൾ പോലീസുകാരൻ. അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് അയാളെ കഥാപാത്രം ചെയ്യാനുള്ളൊരു കാര്യം. അതാണ് ഇവിടെ ഇമോഷൻസ് പ്രോപ്പർലി എന്ന് പറയുന്നത്, കൺവേ ദെയർ ഇമോഷൻസ് പ്രോപ്പർലി എന്ന് പറയുന്നത്. അതുപോലെ ഒരു പിന്നെ അധ്യാപകനാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സെറ്റിങ്ങും കിട്ടുമ്പോൾ, അല്ലൊരു ഗുണ്ടയുടെ ഇതാണെങ്കിൽ ആ എല്ലാ സെറ്റിങ്സും കാണുമ്പോൾ അയാളിലേക്ക് ആ ഇമോഷൻസ് ഇങ്ങോട്ട് വരും. അതിനെയാണ് പിന്നെ ഇവിടെ സൂചിപ്പിച്ചത്. വിച്ച് കുഡ് മേക്ക് എ സീൻ മോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ഓഡിയൻസ്. അതുകൊണ്ട് തന്നെ ആ സീൻ എന്താവും, കുറച്ചും കൂടെ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവും എന്ന് പറയണം. കോസ്റ്റ്യൂം ഹെൽപ്സ് ടു സെറ്റ് ദ മൂഡ് ഓഫ് എ ക്യാരക്ടർ ആൻഡ് ഗിവ്സ് ഹിൻസ് അബൌട്ട് ഹിസ് ഓർ ഹെർ സിറ്റുവേഷൻ ആൻഡ് സ്റ്റേറ്റ്സ് ആസ് വെൽ. അടുത്തത് പ്രധാനമായിട്ട് കോസ്റ്റ്യൂമാണ്. കോസ്റ്റ്യൂം ഹെൽപ്സ് ടു സെറ്റ് ദ മൂഡ് ഓഫ് എ ക്യാരക്ടർ ആൻഡ് ഗിവ്സ് ഹിൻസ് അബൌട്ട് ഹിസ് ഹർ സിറ്റുവേഷൻ ആൻഡ് സ്റ്റേറ്റസ് ആസ് വെൽ. അപ്പോൾ പിന്നെയുള്ളത് വസ്ത്രാലങ്കാരമാണ് യഥാർത്ഥത്തിൽ ഒരു കഥാപാത്രത്തിന് പിന്നെ ആ മൂഡ് കൊടുക്കുന്നത്. ആൻഡ് ഗിവ്സ് ഹിൻസ് അബൌട്ട് ഹിസ് ഓർ ഹർ സിറ്റുവേഷൻ ആൻഡ് സ്റ്റേറ്റസ് ആസ് വെൽ. ആ വസ്ത്രാലങ്കാരമാണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സാഹചര്യം അല്ലെങ്കിൽ അവൻ്റെ ആ സ്റ്റേറ്റസൊക്കെ നിലനിർത്തുന്നത് വസ്ത്രാലങ്കാരമാണ്. അപ്പോൾ ഉദാഹരണമായിട്ടൊരു നേരത്തെ പറഞ്ഞ പോലെ പോലീസ് വേഷം, അത് കാണുമ്പോൾ നമുക്കൊരു ഓഡിയൻസിന് മനസ്സിലാവും അത് പോലീസാണെന്നുള്ളത്. അതുപോലെ പിന്നെ കഥാപാത്രത്തിൻ്റെ മൂഡൊക്കെ ലഭിക്കുന്നത് വസ്ത്രാലങ്കാരം വഴിയാണ്. ദ പീരിയഡ് ഓഫ് ദ മൂവി ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വിത്ത് ദ യൂസ് ഓഫ് പ്രോപ്പർ കോസ്റ്റ്യൂംസ്. അതായത് ഇപ്പോൾ പഴശ്ശിരാജയുടെ കാലഘട്ടത്തിലുള്ള, ഇപ്പോൾ പഴശ്ശിരാജയുടെ സിനിമ എടുക്കുമ്പോൾ ആ പഴശ്ശിരാജയുടെ കാലഘട്ടത്തിലുള്ള പിന്നെ വസ്ത്രങ്ങളായിരിക്കും, അത് ചരിത്രം ഒക്കെ പഠിച്ചിട്ടായിരിക്കും ആ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ കൃത്യമായിട്ടുള്ള വസ്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കോസ്റ്റ്യൂം ഡിസൈൻ അപ്ലൈസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഷോസസ്. ഇതിൽ വസ്ത്രാലങ്കാരം ചെയ്യുന്നയാൾ വളരെ പ്രധാനപ്പെട്ട റോളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ഇഫക്റ്റീവ്ലി ഇൻഡിക്കേറ്റ് ദ കൾച്ചറൽ സ്പെഷ്യാലിറ്റീസ് ഓഫ് സർട്ടൻ ക്യാരക്ടേഴ്സ്. ഇറ്റ് ക്യാൻ ഓൾസോ ഇഫക്റ്റീവ്ലി ഇൻഡിക്കേറ്റ്, അത് ഫലപ്രദമായി നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട് സാംസ്കാരികമായിട്ടുള്ള പ്രത്യേകതകൾ. ചില കഥാപാത്രങ്ങളുടെ സാംസ്കാരികമായ പ്രത്യേകതകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വസ്ത്രാലങ്കാരം സാധിക്കുന്നവരാണ്. ഉദാഹരണം, നമ്മൾ ഒരു തട്ടമിട്ട ഒരു പെൺകുട്ടിയെ കണ്ടാൽ, ഒരു തട്ടമിട്ട ഒരു മുസ്ലിം കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടിയാണ്. അത് അപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനർ അതിനനുസരിച്ചാണ് അവിടെ ചെയ്യുക. അതേപോലെ തന്നെ ഒരു പിന്നെ വെയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പെൺകുട്ടീനെ കാണിക്കുമ്പോൾ അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ വസ്ത്രാലങ്കാരത്തിൽ ഇപ്പോൾ സെറ്റും മുണ്ടും ഒക്കെ കൊടുക്കുക, അതുപോലെ ഒരു ചന്ദനമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട. ഇത് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഒരു കൾച്ചറൽ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കാനും നമുക്ക്, അതുപോലെ ഈ പഞ്ചാബികളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ രാജസ്ഥാനികളുടെ ഡ്രസ്സ് അതൊക്കെ കാണുമ്പോൾ ഇത് പഞ്ചാബിയിലുള്ളതാണ്, രാജസ്ഥാനിലുള്ളതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും വസ്ത്രാലങ്കാരം വഴി കഴിയും. അതുപോലെ ലൈറ്റിംഗ് ആണ്. പ്രോപ്പർ ലൈറ്റിംഗ് ഈസ് നെസറി ടു ഗെറ്റ് ദ മൂഡ് ഓഫ് ദ സീൻ അക്രോസ് ദ ഓഡിയൻസ്. ലൈറ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ലൈറ്റിംഗ് ഈസ് നെസറി ടു ഗെറ്റ് ദ മൂഡ് ഓഫ് ദ സീൻ അക്രോസ് ദ ഓഡിയൻസ്. ലൈറ്റിങ് പിന്നെ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ അത്യാവശ്യമാണ്. ബ്രൈറ്റ് ഓർ ഡൾ ലൈറ്റിംഗ് ക്യാൻ ആഡ് ഫ്ലേവർ ടു ദ ഫ്രെയിംസ്. ചിലപ്പോൾ അത് ബ്രൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൾ ലൈറ്റിംഗ് ആയിരിക്കാം. ഇതൊക്കെ എന്താണ്, ഫ്രെയിംസിന് ഒരു ടേസ്റ്റ് കിട്ടാൻ നൽകുന്നതാണ്. ഈവൻ ദ ക്യാരക്ടേഴ്സ് ഇമോഷൻസ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ബൈ ദ യൂസ് ഓഫ് ലൈറ്റ്സ്. കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ വരെ ഈ
ലൈറ്റിങ്ങിൽ പ്രതിഫലിക്കുന്നു പറയാണ്. ഇറ്റ് ഇൻസ്ട്രക്ട്സ് ദ ഓഡിയൻസ് വെയർ ടു ഫോക്കസ് ഇൻ എ പർട്ടിക്കുലർ ഷോട്ട്. അത് ഓഡിയൻസിനെ നിർദ്ദേശിക്കുന്നതാണ് എവിടെയാണ് ഒരു പ്രത്യേക ഷോട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ആക്ടിങ്. ആക്ടേഴ്സ് പെർഫോമൻസ് ഹോൾഡ്സ് കീ ടു ദ എഫക്റ്റീവ്നെസ് ഓഫ് സീൻ. അതുപോലെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ഹോൾഡ്സ് കീ ടു ദ എഫക്റ്റീവ്നെസ് ഓഫ് എ സീൻ. ആ സീനിൻ്റെ എഫക്റ്റീവ്നെസ്സിന് ഒരു പ്രാധാന്യം ഉണ്ടാക്കുന്നതാണ് ആക്ടിങ്. ആക്ടേഴ്സ് പെർഫോമൻസ് ഹോൾഡ്സ് കീ ടു ദ എഫക്റ്റ്. ഒരു സീനിൻ്റെ എഫക്റ്റിന് അല്ലെങ്കിൽ അത് ഫലപ്രദമായിട്ട് ആ സീന് നന്നാക്കാൻ കഥാപാത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് വഹിക്കുന്നത്. മൈസ് ആൻഡ് സീൻസ് ഇമ്പാക്റ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ എക്സ്പ്രഷൻസ് ഓഫ് ദ ആക്ടർ. അപ്പോൾ മൈസ് ആൻഡ് സീൻസിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫലം എന്ന് പറയുന്നത് അത് പിന്നെ യഥാർത്ഥത്തിൽ കഥാപാത്രത്തിൻ്റെ എക്സ്പ്രഷനിലാണത് വരുന്നത്. വെൻ ഓൾ അതർ കോമ്പണൻസ് കോംപ്ലിമെൻറ്റ് ദ ആക്ടിങ് സ്കിൽ ഇറ്റ് മേക്സ് ദ സീൻ ഇമ്പാക്റ്റ്ഫുൾ. വെൻ ഓൾ അതർ കോമ്പണൻസ് കോംപ്ലിമെൻറ്റ് ദ ആക്ടിങ് സ്കിൽ ഇറ്റ് മേക്സ് ദ സീൻ ഇമ്പാക്റ്റ്ഫുൾ. മറ്റെല്ലാ ഘടകങ്ങളും ആക്ടിങ് സ്കില്ലിൽ ഒരു കോമ്പണൻ്റായിട്ട് അഡീഷണലായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സീൻ ഇമ്പാക്റ്റ് ആവണമെങ്കിൽ ഇപ്പോൾ കഥാപാത്രത്തിൽ നല്ല ഡ്രസ്സ് വെക്കാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പോലീസുകാരന് നല്ല പോലീസുകാരൻ്റെ ഡ്രസ്സോ എല്ലാ സീനൊക്കെ സെറ്റിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിലും പോലീസുകാരൻ്റെ ഒരു നല്ല രീതി പോലീസുകാരൻ്റെ രീതിയിലല്ല അവിടെ ബിഹേവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാകപ്പാടെ എന്താവും, കോളമായി പോകും. അതാണ് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദ എബോവ് മെൻഷൻഡ് കോമ്പണൻസ് അതർ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഇൻ ഡിസൈനിങ് എ ക്യാരക്ടർ സച്ച് എസ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ can also be included as part of mise en scene. Apart from the above mentioned components, മേലെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളല്ലാതെ അതർ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഇൻ ഡിസൈനിങ് എ ക്യാരക്ടർ സച്ച് ആസ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ ക്യാൻ ഓൾസോ ബി ഇൻക്ലൂഡഡ് ആസ് പാർട്ട് ഓഫ് മൈസ് ആൻഡ് സീൻ. മേക്കപ്പും അതുപോലെ ഹെയർ സ്റ്റൈലും ഒക്കെ മൈസ് ആൻഡ് സീൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ദ ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ സിനിമ പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റ് saw the brilliant use of mise en scene to portray the inner conflicts and tumultuous psyche of the characters. The German expressionist movement in cinema post-World War First. ഇപ്പോൾ ജർമ്മനിലെ എക്സ്പ്രഷനിസ്റ്റ് മൂവ്മെൻറ്റ് ആ ഒരു പ്രസ്ഥാനം യുദ്ധാനന്തരമുള്ള ആ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് മൂവ്മെൻറ്റ് അതൊരു പ്രസ്ഥാനമാണ്. അത് യുദ്ധാനന്തരം brilliant use of mise en scene to portray the inner conflicts and tumultuous psyche of the characters. അത് വളരെ മനോഹരമായിട്ട് അതിൽ മൈസ് ആൻഡ് സീൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം കഥാപാത്രങ്ങളുടെ മനസ്സിലെ ആന്തരിക സങ്കീർണതകളും അതുപോലെ അവരുടെ പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സും കാണിക്കാൻ വേണ്ടി, tumultuous psyche എന്ന് പറയുമ്പോൾ പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സും കാണിക്കാൻ വേണ്ടിയിട്ട് മൈസ് ആൻഡ് സീൻ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് മൂവ്മെൻറ്റിൽ. എസ്പെഷ്യലി അത് സീൻ പോസ്റ്റ് വേൾഡ് വാർ, യുദ്ധാനന്തരം എന്ന് തന്നെ പറയുന്നുണ്ട്. ദ ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് മൂവി ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി directed by Robert Wayne is renowned for the creative application of mise en scene. The German expressionist movie The Cabinet of Dr. Caligari, ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഒരു മൂവിയാണ് ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി എന്ന് പറയുന്ന സാധനം. ഡയറക്റ്റഡ് ബൈ ഡോക്ടർ വെയിൻ ഈസ് റിനൗണ്ട് ഫോർ ദ ക്രിയേറ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് മൈസ് ആൻഡ് സീൻ. അത് സംവിധാനം ചെയ്ത റോബർട്ട് വെയിൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് മൈസ് ആൻഡ് സീനിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ആപ്ലിക്കേഷൻ, ക്രിയേറ്റീവായിട്ടത് മൈസ് ആൻഡ് സീന് പ്രയോഗത്തിൽ വരുത്തിയതാണ് ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി എന്ന് പറയുന്ന മൂവി. സിറ്റിസൺ കെയ്ൻ ഡയറക്റ്റഡ് ബൈ ഓർസൺ വെൽസ് ഈസ് ഓൾസോ നോട്ടഡ് ഫോർ ദ എഫക്റ്റീവ് യൂസ് ഓഫ് ദ ടെക്നിക്. മറ്റൊരു മൂവി എന്ന് പറയുമ്പോൾ സിറ്റിസൺ കെയ്ൻ ആണ്. അത് സംവിധാനം ചെയ്ത് ഓർസൺ വെൽസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈസ് ഓൾസോ നോട്ടഡ് ഫോർ ദ എഫക്റ്റീവ് യൂസ് ഓഫ് ടെക്നിക്. അതിലും വളരെ ഫലപ്രദമായിട്ട് ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. Among contemporary filmmakers, the American director Wes Anderson can be called as master of mise en scene. Among contemporary filmmakers, സമകാലീന സിനിമ നിർമ്മാതാക്കളിൽ ദ അമേരിക്കൻ ഡയറക്ടർ വെസ് ആൻഡേഴ്സൺ, അമേരിക്കൻ സംവിധായകനായിട്ടുള്ള വെസ് ആൻഡേഴ്സൺ, അദ്ദേഹത്തിന് വിളിക്കപ്പെട്ടത് മാസ്റ്റർ ഓഫ് മൈസ് ആൻഡ് സീൻ എന്നാണ്. മൈസ് ആൻഡ് സീൻ വളരെ നന്നായിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ വെസ് ആൻഡേഴ്സൺ. അദ്ദേഹത്തെയാണ് മാസ്റ്റർ ഓഫ് മൈസ് ആൻഡ് സീൻ എന്ന് വിളിക്കുന്നത്. ആസ് ഹിസ് ഫിലിംസ് ഓഫർ aesthetically designed frames with a peculiar
പനോറമിക് വ്യൂയിങ് എക്സ്പീരിയൻസ്, വളരെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹം ഈ മൈസൺ സീനിൽ അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് ചെയ്യാറുണ്ടെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോങ് ടേക്കാണ്. എ ലോങ് ടേക്ക് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് ഷോട്ട് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ഫിലിം മേക്കേഴ്സ് ടു ഗിവ് സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി ടു ദ വ്യൂവേഴ്സ്. ഒരു തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഷോട്ടിന് തടസ്സമില്ലാതെ ഒരു ഷോട്ട് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതിനെയാണ് ലോങ് ടേക്ക് എന്ന് പറയുന്നത്. ഗിവ് സെൻസ് ഓഫ് എ കണ്ടിന്യൂറ്റി ടു ദ വ്യൂവേഴ്സ്, അത് വ്യൂവേഴ്സിൽ തന്നെ ഒരു തുടർച്ച ലഭിക്കും, കാണികളിൽ തന്നെ ഒരു തുടർച്ച ലഭിക്കുന്നു പറയണം. During the initial stages in the development of cinema, long take were common as cutting and editing as a shot was not an available option. During the initial stages in the development of cinema, സിനിമയുടെ തുടക്ക ഘട്ടങ്ങളിൽ, പ്രാരംഭഘട്ടങ്ങളിൽ ലോങ് ടേക്സ് വർ കോമൺ ആസ് കട്ടിങ് ആൻഡ് എഡിറ്റിംഗ് എ ഷോട്ട് വാസ് നോട്ട് അവൈലബിൾ ഓപ്ഷൻ. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ കട്ടിങ്ങും എഡിറ്റിങ്ങും, ഒരു ഷോട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഷോട്ട് തന്നെ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെക്കും. അങ്ങനെ വെക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളൊക്കെ അത്രയും എക്സ്പേർട്ടായിരിക്കണം. ഒരിക്കലും അവർ ഈ പറയുമ്പോൾ പിന്നെ സംഭാഷണങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല, കാരണം ഫിലിം പോവും. അപ്പം കട്ടിങ്ങും എഡിറ്റിങ്ങും ഒന്നും ഒരു പ്രാപ്തമല്ലാത്ത ഒരു സമയത്ത് ലോങ് ടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് പറയുന്നു. ഫിലിംസ് വർ ട്രീറ്റഡ് ആസ് എ പ്ലേസ് ഷോട്ട് യൂസിങ് എ വീഡിയോ ക്യാമറ. ഫിലിംസ് വർ ട്രീറ്റഡ് ആസ് പ്ലേസ് ഷോട്ട് യൂസിങ് എ വീഡിയോ ക്യാമറ. അന്ന് സിനിമകളെ ശരിക്കും നാടകം പോലെയാണ് കണ്ടിരുന്നത്, ഷോട്ട് യൂസിങ് എ വീഡിയോ ക്യാമറ. ഓക്കെ, വീഡിയോ ക്യാമറ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു നാടകങ്ങളാണ് സിനിമ എന്നായിരുന്നു അന്ന് കണ്ടിരുന്നത്. ദസ് ലോങ് സീൻസ്, കാരണം തുടർച്ചയായിട്ടിങ്ങനെ പറയുമ്പോൾ നാടകത്തിൽ ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടാവുമല്ലോ, നന്നായിട്ട് റിഹേഴ്സൽ എടുത്തിട്ട് അപ്പോൾ തുടർച്ചയായിട്ട് ഒരു ഷോട്ടൊക്കെ ഒരുപാട് നേരം ഉണ്ടാവും. ദസ് ലോങ് സീൻസ് വർ ക്യാപ്ചേർഡ് ആൻഡ് ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് ദ നോം. അതുകൊണ്ട് തന്നെ ലോങ് സീൻസ് വർ ക്യാപ്ചേർഡ് ആൻഡ് ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് ദ നോം. അപ്പം ലോങ് സീൻസ് ആയിരുന്നു അന്ന് എടുത്തിരുന്നത്. ആഫ്റ്റർ ദ അഡ്വൻറ്റ് ആൻഡ് പോപ്പുലാരിറ്റി ഓഫ് മൊണ്ടാഷ് ആൻഡ് അതർ എഡിറ്റിംഗ് ടെക്നിക്സ്, ലോങ് ടേക്സ് ബിക്കെയിം റെഡൻഡൻറ്റ്. ആഫ്റ്റർ ദ അഡ്വൻറ്റ് ആൻഡ് പോപ്പുലാരിറ്റി ഓഫ് മൊണ്ടാഷ് ആൻഡ് അതർ എഡിറ്റിംഗ് ടെക്നിക്സ്, അതുപോലെ ആഫ്റ്റർ ദ അഡ്വൻറ്റ് ആൻഡ് പോപ്പുലാരിറ്റി ഓഫ് മൊണ്ടാഷ് ആൻഡ് അതർ എഡിറ്റിംഗ് ടെക്നിക്സ്, മറ്റുള്ള പല എഡിറ്റിങ്ങിൻ്റെ സാങ്കേതിക വിദ്യകളും അതുപോലെ മൊണ്ടാഷിൻ്റെ വരവുമൊക്കെ കൂടി ലോങ് ടേക്സ് ബിക്കെയിം റെഡൻഡൻറ്റ്. ലോങ് ടേക്സ് ഒരു അനാവശ്യമായി മാറി. Renowned filmmakers such as Steven Spielberg, Stanley Kubrick and Alfred Hitchcock have used long takes effectively in their films. പിന്നീട് വളരെ പ്രശസ്തരായിട്ടുള്ള സ്റ്റീഫൻ സ്പീൽബർഗിനെ പോലെ, സ്റ്റാൻലി കുബ്രിക്കിനെ പോലെ, അല്ലെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ പോലെയുള്ള സിനിമ സംവിധായകരൊക്കെ വളരെ ഫലപ്രദമായിട്ട് ലോങ് ടേക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ജർമ്മൻ ഫിലിം വിക്ടോറിയ 2015, directed by Sebastian Skipper with a running time of 138 minutes, was notable attempt as the entire movie was shot in a single long take. അപ്പം ജർമ്മൻ സിനിമ ആയിട്ടുള്ള വിക്ടോറിയ 2015 സംവിധാനം ചെയ്ത സെബാസ്റ്റ്യൻ സ്കിപ്പർ. അദ്ദേഹം 138 മിനിറ്റിലാണ് ആ സിനിമ ഉണ്ടായിരുന്നത്. വാസ് എ നോട്ടബിൾ അറ്റംപ്റ്റ് വാസ് എൻറ്റയർ മൂവി വാസ് ഷോട്ട് ഇൻ എ സിംഗിൾ ലോങ് ടേക്ക്. അപ്പോൾ ഒറ്റ ലോങ് ടേക്കിലാണ് ആ മൂവി മുഴുവൻ അദ്ദേഹം കൊണ്ടുപോയതെന്ന് പറയണം. ഒറ്റ ലോങ് ടേക്ക്, അതിൽ വേറെ കട്ടിങ്ങും ഒന്നുമില്ല, അടുത്ത ഷോട്ടൊന്നുമില്ല, ഒറ്റ ലോങ് ടേക്ക് ഷോട്ട്. അപ്പോൾ അതാണ് ഈ ലോങ് ടേക്കിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത സിനിമയുമായി ബന്ധപ്പെട്ട ഫിലിം സ്റ്റഡീസിൻ്റെ അടുത്ത ഡീറ്റെയിൽസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ.